ഡാഡിക്ക് എന്ത് പറ്റി ഉഷ? എനിക്കെന്തറിയാം. ഉഷ പോയി നോക്കൂ. ഡാഡി, 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 ഡാഡി. എന്താ അങ്കിൾ ഇത്? ദിസ് ഈസ് വെരി സ്ട്രേഞ്ച്. അങ്കിൾ ടെലിഗ്രാം ചെയ്തിട്ടല്ലേ ഞാൻ വന്നത്? ഞാൻ വരുമ്പോ കണ്ട ആളല്ലേ ഇത്? ആകെ മാറിയിരിക്കുന്നു. ഉച്ചയ്ക്ക് ഉണ്ടെന്ന് വരുത്തി, ഇപ്പോ വന്നിരുന്ന് എഴുന്നേറ്റ് പോയി. ഇതിന്നെല്ലാം ഞാനെന്താ മനസ്സിലാക്കേണ്ടത്? ഞാനും ഉഷയുമായുള്ള അടുപ്പം അങ്കിളിന് ഇഷ്ടമല്ലേ? കാര്യം തുറന്നു പറയണം. എന്തിനാ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്? ഞാൻ പോകുന്നു ഉഷേ. മധു, എന്റെ മൗനം മധുവിനെ വേദനിപ്പിച്ചു. കാര്യങ്ങൾ തുറന്നു പറയാൻ മധു എന്നോട് പറഞ്ഞു. എനിക്കും പറയണമെന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് മധുവിനെ ഇങ്ങോട്ട് വരുത്തിയതും. എവിടെ തുടങ്ങണം? എങ്ങനെ തുടങ്ങണം? എല്ലാം തുറന്നു പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എന്റെ മോളായിരിക്കും. എന്റെ മോള് വേദനിക്കുന്നത് കാണാൻ മധുവിന് കഴിയുമോ? എന്റെ മോള് പലതും സഹിച്ചിട്ടുള്ളവളാണ്. ഇതും മോള് സഹിച്ചേ പറ്റൂ. അല്പനേരത്തെ എന്റെ മൗനം കണ്ടപ്പോ ഉഷയെ വിട്ട് മധു ഇവിടുന്ന് ഇറങ്ങിത്തിരിക്കാൻ വരുമ്പെട്ടു ഇല്ലേ? ജീവിതത്തിൽ ഒരിക്കലും ഇനി ഇതുണ്ടാവരുത്. മധു ആരാണെന്ന് ഉഷയ്ക്കറിയാം, എനിക്കും അറിയാം. പക്ഷെ ഉഷ ആരാണെന്ന് എനിക്കേ അറിയൂ. മധുവിനൊരു കാര്യം അറിയോ? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ഏറെക്കാലം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു പെൺകുട്ടിയുമായുള്ള വിവാഹത്തിന്റെ തലേ ദിവസം നാട് വിടേണ്ട ഗതികേട് വന്നവനാണ് ഞാൻ.
ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നു അത്. ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്യാൻ ഒരുമ്പെട്ട ദിവസങ്ങൾ, നാശത്തിന്റെ വക്കോളമെത്തിയ ദിവസങ്ങൾ. പക്ഷേ അവിടെ ദൈവം എന്നോട് കരുണ കാണിച്ചു. എന്റെ മോള് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. തിരിച്ചു വരണമെന്ന ഉദ്ദേശത്തിലല്ല വണ്ടി കയറിയത്. ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയായിരുന്നു അത്. ചുറ്റിത്തിരിഞ്ഞ് ഒരു ദിവസം രാത്രി ഞാൻ മദ്രാശിയിലെത്തി. ടാക്സി വേണോ സാറേ? കേറിക്കോ. എങ്ങോട്ടാ സാറേ? എങ്ങോട്ടാ സാറേ പോണ്ടേ? ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോയല്ലോ സാറേ. സാറ് മദ്രാസിയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ 50 രൂപ മുതൽ 5000 രൂപ വരെ ദിവസവാടകയുള്ള മുറികളുണ്ട്. ഈ 5000 രൂപയുടെ മുറിയെന്നൊക്കെ പറഞ്ഞാല് വെറും മുറിയൊന്നുമല്ല, ഒരു കൊച്ചു കൊട്ടാരമാണ്. അപ്പൊ നമ്മുടെ തോത് എത്രയാണെന്ന് പറഞ്ഞാൽ ബാക്കി കാര്യം കുറിപ്പേറ്റും. ആട്ടെ, എത്ര നാളത്തേക്കാ മുറി വേണ്ടത്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് ശരി. അപ്പൊ ഒരു ജോളി ട്രിപ്പാണല്ലേ? സംഗതി പിടികിട്ടാത്ത പ്രശ്നമേ ഉള്ളൂ. ഇനിയുള്ള കാര്യം കുറിപ്പേറ്റും. നമ്മൾ കാശ് ചെലവാക്കാം, അതിനുള്ള ഗുണം ഉണ്ടാകും. വല്ല അണ്ടന്റെ അടകോടന്റെയും കൈ ചെന്ന് പെട്ടിരുന്നെങ്കിൽ കയ്യിലെ കാശും തീരും, സംഗതി വിട്ടും അടക്കുകയും. ഈ അറക്കവാളിടഞ്ഞത് പെട്ട പോലെ ആയിപ്പോ. എന്റെ അമ്മേ, വല്ലാത്ത ഒരു പട്ടണം തന്നെയാണേ. സാർ ഇവിടെ നിൽക്കുക, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം.